കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന സമസ്ത മുഷാവറയിൽ, അതായത് ഉന്നതാധികാര യോഗത്തിൽ വമ്പിച്ച അടിയാണ് നടന്നത്. പൊട്ടിത്തെറി. ഒരു വിഭാഗം ആളുകൾ, അതായത് ലീഗിനെ അനുകൂലിക്കുന്നവർ CPM-നെ അനുകൂലിക്കുന്ന ആളുകളെ ശക്തമായി വിമർശിക്കുന്നു. ഇതിനിടയിൽ CPM അനുകൂലിയായ മുക്കം ഉമർ ഫൈസി അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതൊക്കെ കള്ളന്മാരാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടി നുണ പറയുന്ന ആളുകളാണ്. ഉടനെ എതിർവിഭാഗം ചോദിച്ചു, ഞങ്ങൾ എന്താണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചത്? ആ തരത്തിൽ തർക്കം മുറുകി. ഈ തർക്കം മുറുകിയതോടുകൂടി എന്ത് ചെയ്തു? സംസ്ഥാന അധ്യക്ഷനായ ജിഫ്രി കോയ തങ്ങൾ അവിടെ നിന്ന് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം പലതവണ ഉമർ ഫൈസിയോട് പറഞ്ഞു, നിങ്ങൾ മോശം പ്രയോഗം നടത്തി, കള്ളന്മാരെന്ന് വിളിച്ചു, ഇവിടെ ഇരിക്കുന്നവരെ എല്ലാവരെയും കള്ളന്മാരെന്ന് വിളിച്ച് അടച്ചാക്ഷേപിച്ചു, നിങ്ങൾ യോഗത്തിൽ നിന്ന് മാറി നിൽക്കണം, പുറത്തിറങ്ങി നിൽക്കണം, ചർച്ച ചെയ്ത കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ട് ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള മറുപടിയെന്ന് നിങ്ങളെ വിളിച്ച് അറിയിക്കാം, നിങ്ങൾ യോഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴേ ഉമർ ഫൈസി പറഞ്ഞു, നിങ്ങൾ ഇവിടെയെല്ലാം എന്നെ പുറത്താക്കിയിട്ട് ഇവിടെ ഇരിക്കുന്ന കള്ളന്മാരെല്ലാം കൂടി യോഗം ചേർന്നാൽ എന്തായിരിക്കും തീരുമാനിക്കുക എന്ന് വീണ്ടും പ്രകോപനപരമായി സംസാരിച്ചു. അപ്പോഴാണ് എതിർവിഭാഗം, അതായത് ലീഗ് അനുകൂലമായ ആളുകൾ അവിടെ കലാപക്കൊടി ഉയർത്തിയത്. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, ഇതൊരു പരിപാവനമായ യോഗമാണ്, ഇവിടെ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, മോശം വാക്കുകൾ, ഇത്രയും അറപ്പുളവാക്കുന്ന വാക്കുകൾ ഇവിടെ പ്രയോഗിക്കാൻ പാടില്ല എന്ന തരത്തിൽ വിമർശനം ഉയർന്നു. അതിനകത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ തലമുതിർന്ന നേതാക്കളുണ്ട്. ഇതെല്ലാം ആത്മീയ പണ്ഡിതന്മാരാണെന്ന കാര്യം മറന്നു പോകരുത്. അവർ ഇത് വിലക്കി. ഉമർ ഫൈസിയോട് പറഞ്ഞു, ഇത് പറയാൻ പാടില്ല, നിങ്ങൾ പുറത്തു പോകണം, അധ്യക്ഷനാണ് പരമാധികാരം, അധ്യക്ഷൻ പറയുന്നത് അനുസരിക്കണം, അതാണ് ഈ സമസ്തയുടെ ചട്ടം. പക്ഷേ ഉമർ ഫൈസി അത് അനുസരിച്ചില്ല, അദ്ദേഹം പുറത്തു പോയില്ല. അപ്പോഴാണ് ജിഫ്രി കോയ തങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഇത്രയും ആളുകളെ കള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരു സംഭവമുണ്ടെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തുപോയി ശേഷം അദ്ദേഹം മാധ്യമങ്ങളോടും അവിടെ കൂടുന്ന ആളുകളോടും പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാവറ ഉടനെ തന്നെ വിളിച്ചു ചേർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതേ സമയം തന്നെ ഹാളിനകത്ത് വീണ്ടും ബഹളം മുറുകുകയാണ്, വീണ്ടും വാഗ്വാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ വാഗ്വാദം നടക്കുകയാണ്. ഇത് തടയാൻ വേണ്ടി വൈസ് പ്രസിഡന്റ് UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ യോഗം പിരിച്ചുവിടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് യോഗം അവസാനിച്ചത്. ശരിക്കും പൊട്ടിത്തെറി തന്നെയാണ്. കള്ളന്മാരെന്ന് ജിഫ്രി കോയ തങ്ങളേക്ക് മുഖത്ത് നോക്കി കള്ളന്മാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയായ നടപടിയായിരുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഉമർ ഫൈസി പറയുന്നത്, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തു നുണയും വിളിച്ചു പറയുന്നവരാണ് നിങ്ങൾ. ഈ പ്രശ്നം തുടങ്ങിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് ഉമർ ഫൈസി ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നു. പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനം, അതായത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഘാസിയായിരിക്കുക, പള്ളികളുടെ ചുമതലയുള്ള ഘാസിയായി ഇരിക്കുക, ആത്മീയ നേതാക്കളാണ് ആ പദവിയിൽ ഇരിക്കേണ്ടത് എന്ന വാദത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇതിൻ്റെ പിന്നിൽ സമസ്തയിലെ തന്നെ CPM അനുഭാവികളും ലീഗ് അനുഭാവികളും രണ്ട് ചേരിയായി തിരിയുന്നു. CPM അപ്പോൾ തന്നെ ഈ വിവാദത്തിൽ ഒരു തുറുപ്പ് ചീട്ടായി കണ്ട് ഉടനെ പിടിമുറുക്കുകയും ചെയ്തു. അതാണ് ആ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ലീഗ് വിരുദ്ധ പരാമർശങ്ങൾ, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പോലും ഉണ്ടാകാൻ കാരണം ഈ ഒരു വാഗ്വാദമാണ്. ഇവിടെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ, ഇതൊരു തുറുപ്പ് ചീട്ടായി എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ തങ്ങളുടെ കൂടെ നിർത്താം, CPM-നൊപ്പം നിർത്താമെന്ന് CPM തെറ്റിദ്ധരിച്ചു. അത് ഏറ്റവും ഒടുവിൽ ഇവിടെ ചെന്ന് നിന്നു, ആ പരസ്യ വിവാദത്തിൽ പോയി നിന്നു. പരസ്യവിവാദം സരിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഇറക്കിയ, സമസ്തയുടെ മുഖപത്രങ്ങളിൽ ഇറക്കിയ, സിറാജിലും സുപ്രഭാതത്തിലും ഇറക്കിയ കൊടുത്ത പരസ്യങ്ങൾ വർഗീയ വിഷം ചീറ്റുന്ന പരസ്യങ്ങളിൽ വരെ എത്തി നിന്നു. അതിനുശേഷമാണ് CPM ഒന്ന് അടങ്ങിയത് ഈ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ. അത് നാണക്കേടായി പോയിരുന്നു. ഇപ്പോൾ എല്ലാ സമ്മേളനങ്ങളിലും അത് ഉയരുകയും ചെയ്യുന്നുണ്ട്. അതൊരു അവമതിപ്പുണ്ടാക്കിയ പരിപാടിയാണെന്ന് CPM ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അന്ന് വളരെ പോളിഷാക്കി എന്നാണ്, വളരെ ആത്മാഭിമാനത്തോടെ പറഞ്ഞു, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തു തന്നെയാണ്, ഇതൊക്കെ നല്ല ഉദ്ദേശത്തോടെ ചെയ്തു തന്നെയാണ്, നമുക്കിപ്പോൾ വോട്ട് ഇങ്ങനെ മല പോലെ മറിഞ്ഞു കയറുമെന്ന് കരുതി ഒന്നും സംഭവിച്ചതുമില്ല. അപ്പോൾ ശരിക്കും സമസ്തയിൽ, അതായത് ഇത് SYS-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ അബ്ദുൾ സമദ് പൂക്കോട്ട് ഒരു കൃത്യമായ മറുപടി നൽകുന്നുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ. അദ്ദേഹം തലമുതിർന്ന നേതാവാണ് ഈ അബ്ദുൾ സമദ് പൂക്കട്ടൂർ. അദ്ദേഹം പറയുന്നു, സമസ്തയുടെ പരമാധ്യക്ഷൻ അതിൻ്റെ പ്രസിഡൻ്റാണ്, അതായത് ജിഫ്രി കോയ തങ്ങളാണ് ഇപ്പോഴത്തെ പരമാധികാരി. അദ്ദേഹം പറയുന്നതിന് എല്ലാവരും വില കൽപ്പിക്കണം. അദ്ദേഹം പറയുകയാണ് യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അത് ആരോട് പറഞ്ഞാലും അവർ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണം, ഹാളിന് പുറത്തു പോയി നിൽക്കണം, തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കണം. അതാണ് എൻ്റെ കീഴ്വഴക്കം. എന്നാൽ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഈ ആത്മീയ ആചാര്യന്മാരെ അധിക്ഷേപിക്കുകയും എന്നിട്ട് അതിൽ തീരുമാനമെടുക്കുന്ന യോഗത്തിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ കള്ളന്മാർ എന്ന് വീണ്ടും അധിക്ഷേപിക്കുകയും ചെയ്ത് പ്രസിഡന്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിയ ഉമർ ഫൈസി ഇക്കാര്യത്തിൽ ക്ഷമ പറയണമെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം.